പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക, വലിയൊരു പ്രതിസന്ധി. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും അപ്പോസ്തലന്മാർ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ദൈവം അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 4-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് മഹാപുരോഹിതന്മാരും അധികാരസ്ഥരൊക്കെ പത്രോസിനെ നടുവിൽ നിർത്തിയിട്ട്, നീ ഏത് ശക്തി കൊണ്ടാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പത്രോസിനോട് ചോദിച്ചപ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ മറുപടി പറയാൻ പത്രോസിനെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറച്ചു. ചില പ്രതിസന്ധി എന്തിനാണെന്നറിയാമോ? അപ്ഗ്രേഡേഷൻ ചെയ്ത വ്യക്തികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. 4 അധ്യായത്തിൽ പത്രോസ് പ്രതിസന്ധി നേരിടുമ്പോൾ ആ വാക്യം പെട്ടെന്ന് വായിക്കാം. 4-ാം അധ്യായം, ആമേൻ, അതിന്റെ 7-8 വാക്യം. 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യം വേഗം വായിച്ചാണ്. 4-ാമത്തെ 7-8 വാക്യം. പത്രോസിനെ നടുവിൽ അങ്ങ് നിർത്തിയിരിക്കുക. എന്തിനാ? യേശുവിനെ പ്രസംഗിച്ചതിന്, സുവിശേഷം പറഞ്ഞതിന്. അധികാരസ്ഥരെല്ലാം തന്റെ നടുവിൽ അങ്ങ് പത്രോസിനെ നിർത്തിയേക്കുക. പത്രോസ് നടുവിൽ അങ്ങ് നിൽക്കുക. ഏത് ശക്തി കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നേ? പത്രോസിനോട് ചോദിക്കുക. 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കും. 8-ാമത്തെ വാക്യം പെട്ടെന്ന്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ കർത്താവ് ചില പ്രതിസന്ധികളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടും പുതുക്കുന്നതാക്കി മാറ്റും. 2-ാം അധ്യായത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാ. എന്നാൽ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പത്രോസിനെ പിന്നെയും കർത്താവ് നിറച്ചു. അതാ നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് പകൽ? 5-ാം അധ്യായത്തിൽ ഇതുപോലെ. 5-ാം അധ്യായത്തിലും പത്രോസ് പ്രതിസന്ധി അനുഭവിക്കുക. തന്റെ നിഴല് തട്ടി രോഗികൾ അങ്ങ് സൗഖ്യമാകുക. ഇത് കണ്ടു നിന്നവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവരെ പിടിച്ച് തടവിലാക്കി. പക്ഷെ കർത്താവ് അവരെ തടവിലാക്കാൻ അനുവദിച്ചില്ല, തടവിൽ കിടക്കാൻ അനുവദിച്ചില്ല. തടവിൽ നിന്ന് അവരെ ദൂതന്മാരെ അയച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ സഭ പ്രതിസന്ധി നേരിടുമ്പോൾ കർത്താവ് സൈലന്റാ.